ഈ ആനകളെ ഉത്സവത്തിന് ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു കൺസെൻസസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് പൊതുജനങ്ങളും ഭക്തജനങ്ങളും നിയമപാലകരും സർക്കാരും പൊതുജനങ്ങളെല്ലാം കൂടിയുള്ള ഒരു സമവായം രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഒരാൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് വിപരീതമായ ഫലമാണ് ഉണ്ടാവുക, അതിന് എതിർപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയാലോചിച്ചിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടാകേണ്ടത്. അതിൽ ശാസ്ത്രജ്ഞന്മാരെ കൂടി ഉൾപ്പെടുത്തണം. ഞാൻ ഇന്ന് രാവിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പല ആന സംരക്ഷകർക്കും, പാപ്പാന്മാരെ പോലെയുള്ള ആനയെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് പലർക്കും ആനയെക്കുറിച്ച് പൂർണ്ണമായ വലിയ ബോധ്യമൊന്നുമില്ല. പ്രത്യേകിച്ചും അതിൻ്റെ ഫിസിയോളജിയെ പറ്റിയൊന്നും അറിയാത്ത ആളുകളാണുള്ളത്. അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് പറയുകയുണ്ടായി. ഒരു ഫെസ്റ്റിവലിൻ്റെ ഇടയ്ക്ക് ഒരു ആനയുടെ ചെവി ആട്ടാതിരിക്കാൻ ചെവിയുടെ അടിയിൽ ഒരു വടി വെച്ച് നിർത്തിയിരിക്കുകയാണ് അത്രേ. അപ്പം ചെവി ആട്ടിയില്ലെങ്കിൽ ആനയ്ക്ക് അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ പറ്റുകയില്ല. അതാണ് ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത്, ചെവി ആട്ടുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എന്താ പറയുന്നത്, കാര്യമായ അറിവില്ലാത്ത, ട്രെയിനിങ് ഇല്ലാത്ത ആളുകളാണ് ആനകളെ പരിരക്ഷിക്കുന്നത്. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്നായി ട്രെയിൻ ചെയ്ത ആൾക്കാരായിരിക്കണം ആനകളെ പരിരക്ഷിക്കാൻ നിയോഗിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെറ്റിനറി യൂണിവേഴ്സിറ്റികളെ ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ആനകളെ പറ്റിയ കാര്യക്ഷമമായിട്ടുള്ള റിസർച്ചൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അത്തരം റിസർച്ചുകളും ധാരാളം നടക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ആനകളെ ഉത്സവത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് നിരോധിക്കണമെന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റുമെങ്കിലും അത് പ്രായോഗികമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ വത്സൻ ചെമ്പക്കര, ഇത് മൃഗസ്നേഹികളുടെ ഒരു വാദം എന്ന നിലയ്ക്ക് മാത്രമാണോ ഈ ഉത്സവ കമ്മിറ്റികളൊക്കെ? ഇപ്പോൾ താങ്കൾ ഇപ്പോൾ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണല്ലോ, നിങ്ങളൊക്കെ അതിനെ ആ രൂപത്തിലാണോ കാണുന്നത്? അതിനപ്പുറം ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കൽ ആനകളുടെ ഉടമകളുടെ തൊട്ട് പാപ്പാന്മാരുടെ വരെ ഒരു ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് അതിനെ വേറെ രൂപത്തിലാണോ നിങ്ങൾ അതിനെ കാണുന്നത്? ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിലാണ് കൂടുതലായിട്ട് ആന എഴുന്നള്ളിപ്പുകൾ ഉള്ളത്. ഞാൻ അതിനു മുമ്പായിട്ട് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാം. ഈ ചട്ടങ്ങൾ നടപ്പിലാക്കുക പ്രായോഗികമല്ല എന്ന് ശ്രീ ബാലകൃഷ്ണൻ അവർ പറയുകയുണ്ടായി. ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആന എഴുന്നള്ളിപ്പുകൾ വളരെ കുറവുള്ള ഒരു ജില്ലയാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച്. ഏറ്റവും കൂടുതൽ ആന എഴുന്നള്ളിപ്പുകൾ തൃശ്ശൂർ ജില്ല, പിന്നെ പാലക്കാട്, എറണാകുളം, കോട്ടയം ജില്ലകളെല്ലാം. ഏകദേശം 1650ഓളം എഴുന്നള്ളിപ്പുകളാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം, ഉത്സവാഘോഷങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 100-ൽ താഴെ മാത്രമേ ആന എഴുന്നള്ളിപ്പ് നടക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പ്രായോഗികമായിട്ട് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാ മാസം കൂടുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ല, കോട്ടയം, തെക്കോട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ എല്ലാ ജില്ലകളിലും എല്ലാ മാസവും ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് മേഖലാതലത്തിൽ തന്നെ, നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ തന്നെ ജില്ലാതലങ്ങളിൽ ഇത്തരത്തിലുള്ള അവബോധന ക്ലാസുകൾ നടത്തിക്കൊണ്ടാണ് ഉത്സവ കമ്മിറ്റികളെ ഇത്തരം കാര്യങ്ങൾ ബോധവൽക്കരിക്കുന്നത്. ആ ബോധവൽക്കരണം മാത്രമാണ്, ചട്ടങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം മാത്രമാണ് ഇതിനൊരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് ചട്ടം നടപ്പിലാക്കാൻ പ്രായോഗികമല്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ ആനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്ര കമ്മിറ്റികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്താണ് നാട്ടാന പരിപാലന ചട്ടം? ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ എന്തെല്ലാം പ്രായോഗികമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്? ആന എഴുന്നള്ളിപ്പിക്കുമ്പോൾ അതിന് ചുറ്റും ആളുകൾ അടുത്ത് നിൽക്കാതിരിക്കാൻ കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, ദൂരം പറഞ്ഞിട്ടുണ്ട്. ചട്ടത്തിലും ദൂരപരിധി പറയുന്നുണ്ട്. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ദൂരപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധിയിൽ ആളുകൾ വരാതിരിക്കാനായിട്ട് വടം കെട്ടുകയോ അല്ലെങ്കിൽ ബാരിക്കേഡ് തീർക്കുകയോ അത് നിരീക്ഷിക്കുവാനായിട്ട് ക്ഷേത്ര കമ്മിറ്റികൾ പരിശീലനം സിദ്ധിച്ച വളണ്ടിയേഴ്സിനെ ഏർപ്പാട് ചെയ്യണം. അല്ലാത്ത കമ്മിറ്റികൾ ഈ ചട്ടങ്ങൾ പാലിക്കാനും ഇത് നടപ്പിലാക്കാനും പറ്റാത്ത ക്ഷേത്ര കമ്മിറ്റിയിൽ മറ്റു മാർഗങ്ങൾ നോക്കണം.
അല്ലാണ്ട് ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് അറിവില്ലാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അപകടം വരുത്തി വെച്ചുകൊണ്ട് ഇത് ഈ മേഖലയിലെ എല്ലാ ഉത്സവാഘോഷങ്ങളും ബാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യമല്ല. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും സർക്കാർ മറ്റ് സംവിധാനങ്ങളായാലും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിക്കൊണ്ട് ഈ നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ച് അപകടരഹിതമായിട്ട് എങ്ങനെ ആനകളെ എഴുന്നള്ളിക്കാം എന്നുള്ള കാര്യത്തിൽ വിശദമായിട്ട് ഒരു പരിശീലനം കൊടുത്ത് അറിവ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഞാൻ കരുതുന്നത് 2012 നാട്ടാന പരിപാലന ചട്ടം ഏറ്റവും സുരക്ഷിതമായിട്ട് ആന എഴുന്നള്ളിപ്പ് നടത്താൻ പറ്റിയ ഒരു ചട്ടം തന്നെയാണ്. ചൂട് കൂടിയ കാലഘട്ടത്തിലും ആ ചട്ടമനുസരിച്ച് ചട്ടത്തിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്നത്. പിന്നെ ആനകളുടെ ക്യാരക്ടറും അതേ ഫിറ്റ്നസും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റും ഇപ്പോൾ ഈ ചട്ടം പാലിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് ശിക്ഷ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓൾറെഡി ഡയറക്ഷൻസ് കൊടുത്തിട്ടുള്ളതാണ്. നിർദ്ദേശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി അലക്ഷ്യ നടപടികൾ എടുക്കാൻ കഴിയുന്നതാണ്. ചട്ടം പാലിക്കാതെ ഇനി ചട്ടത്തിന്റെ ലംഘനം സംഭവിക്കാതിരിക്കാനും ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നതാണ്. ഈ 2012 ക്യാപ്റ്റീവ് എലിഫന്റ് റൂൾസ് ഇൻഇഫക്റ്റീവ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ, ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കഴിയും. അത് ഫെയിലിയർ അതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അലക്ഷ്യ നടപടികൾ എടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ ഉത്സവങ്ങളിൽ പോകുന്ന സാധാരണക്കാരെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടല്ലോ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്. ഇപ്പോൾ എവിടെയാണ് കൃത്യമായി ചട്ടം പാലിക്കപ്പെട്ടിട്ടുള്ളത്? ഈ ഉത്സവത്തിൽ ആനകൾ ഉണ്ടെങ്കിലും നമ്മൾ പോയാൽ നമ്മൾ സേഫ് ആയിരിക്കും എന്ന ഉറപ്പ് എങ്ങനെ കിട്ടും? അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. അല്ല, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയും ഈ ഉത്സവം നടത്തിപ്പുകാർ മുതൽ എല്ലാവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അപ്പൊ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉള്ള സ്ഥിതിക്ക്, സർക്കാർ ഉള്ള സ്ഥിതിക്ക്, കോടതികളുള്ള സ്ഥിതിക്ക് ഇവരെല്ലാവരും കൂടെ കൺസൾട്ടഡ് ആയിട്ട് എല്ലാം കൂടെ ഒരു ഇഫക്റ്റീവായിട്ട് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല? ശരിയാണ് താങ്കൾ ചോദിച്ചത്. സാധാരണ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഉത്സവത്തിന് പോകുന്നവർ അവരുടെ ജീവൻ റിസ്ക് ചെയ്തിട്ടല്ല പോകേണ്ടതായിട്ടുള്ളത്. അത് ഉറപ്പുവരുത്താൻ ചട്ടങ്ങൾ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. പലപ്പോഴും ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെഷീനറിയൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.